ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീം ഏതാണ്? പലർക്കും പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെങ്കിലും കൂടുതൽ ആളുകളും പറയുക ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പേര് തന്നെയായിരിക്കും. അതെ, കൂടുതൽ തവണ പ്ലേ ഓഫിലെത്തിയ, കൂടുതൽ തവണ IPL ഫൈനൽ കളിച്ച, 5 തവണ IPL ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ്. എന്തായാലും കഴിഞ്ഞ 2 സീസണുകളായി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവസ്ഥ അത്ര സുഖകരമല്ല. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായിട്ടാണ് കഴിഞ്ഞ വർഷം ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം അവസാനിപ്പിച്ചത്. ഈ സീസണിലേക്ക് വന്നാലും പ്രകടനത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ടീമിൻ്റെ തളർച്ചയ്ക്ക് കാരണം? പലരും പറയുന്ന പേര് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ക്യാപ്റ്റൻസിയാണ്. താരത്തിൻ്റെ മോശം ബാറ്റിങ്ങും മോശം ക്യാപ്റ്റൻസിയും തന്നെയാണ് CSK തകർക്കുന്നത് എന്ന് തന്നെയാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ സുബ്രഹ്മണ്യൻ ബദ്രിനാഥ്, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുൻ താരം, ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: CSK സംബന്ധിച്ച് അവർ ടീമിൻ്റെ നായകനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഋതുരാജ് ഗെയ്ക്വാദ് അദ്ദേഹം മികച്ച ബാറ്റ്സ്മാനാണ്. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ടീമിനെ സഹായിച്ചിട്ടുമുണ്ട്. എന്തായാലും ക്യാപ്റ്റൻസി സമ്മർദ്ദം അവൻ്റെ പ്രകടനത്തെ വല്ലാതെ ബാധിക്കുന്നു. സഞ്ജു സാംസൺ ടീമിൻ്റെ ക്യാപ്റ്റനാകണം. സഞ്ജു സാംസൺ ടീമിൻ്റെ ക്യാപ്റ്റനായ CSKയ്ക്ക് പഴയ പ്രതാപത്തിലേക്ക് പോകാൻ സാധിക്കും. സച്ചിൻ ടെണ്ടുൽക്കറെ പോലൊരു ഇതിഹാസത്തിന് പോലും ക്യാപ്റ്റൻസി സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. അതിനാൽ തന്നെ സഞ്ജു ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കണം. ഇതാണ് മുൻ താരം പറഞ്ഞ വാക്കുകൾ. എന്തായാലും CSKയുടെ മാനേജ്മെൻറ്റ് ബദ്രിനാഥ് പറഞ്ഞ ഈ അഭിപ്രായത്തോട് യോജിക്കുമോ എന്നുള്ളത് കണ്ടറിയണം.